Hi dear friends, ഈ ട്യൂട്ടോറിയലിൽ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ടൂളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, Screencast-o-Matic. ഇത് വളരെ എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ റെക്കോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ സൈറ്റിലേക്ക് പോവാം. Screencast-o-Matic എന്ന് സെർച്ച് ചെയ്യുക. 2 ഹൈഫണുകളുണ്ട് ഇൻ ബിറ്റ്വീൻ. അതിനുശേഷം അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. നമുക്കപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ലോഗിൻ ചെയ്യുകയോ സൈനപ്പ് ചെയ്യുകയോ ആവശ്യമില്ല. നമ്മൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഫോർ ഫ്രീ എന്ന് കാണാം. അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലോഞ്ച് ഫ്രീ റെക്കോർഡർ എന്ന് കാണാം. ഇത് ക്രോം ബുക്കിലും മാക്കിലും വിൻഡോസിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ്. ലോഞ്ച് ഫ്രീ റെക്കോർഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ exe ഫയൽ ഡൗൺലോഡ് ആവുകയും നമുക്കത് റൺ ചെയ്താൽ ഇൻസ്റ്റാൾ ആവുകയും ചെയ്യാം. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടുന്നതായിരിക്കും. ഇതിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. റെക്കോർഡ് ചെയ്യാനായിട്ട് ഇത് എഡിറ്റർ ഇവിടെ അവൈലബിൾ ആണ്. അപ്ലോഡ്സുകളും അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്യാനായിട്ട് എഡിറ്റർ ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഇവിടെ സ്ക്രീൻ മാത്രം റെക്കോർഡ് ചെയ്യാമെങ്കിൽ ഇതെടുക്കുക. വെബ് ക്യാം ആണെങ്കിൽ ഇത് ക്യാമറ രണ്ടും കൂടി ചേർന്നിട്ട് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാനായിരിക്കും. മാക്സിമം 50 മിനിറ്റ്സ് ആണ് ഫ്രീ വേർഷനിൽ. അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് ഏത് സൈസിനെ പറ്റിയാണ് പറയുന്നത്, ഫുൾ സ്ക്രീൻ വേണോ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് ഓഡിയോ ക്വാളിറ്റി, ഓഡിയോ സെറ്റിങ്സുകളാണ്. നരേഷനുമായിട്ട് ബന്ധപ്പെട്ട് മൈക്കിൻ്റെ ഓഡിയോ കമ്പ്യൂട്ടറിൻ്റെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അഗെയിൻ ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ള പ്രിഫറൻസുകൾ ഏതെങ്കിലും കീകളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് റെക്കോർഡർ. ഇവിടെ റെക്കോർഡ് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഹാവ് ദിസ് ഒരു കൗണ്ട് ഡൗൺ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കറക്റ്റ് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇത് നമ്മൾ കേട്ട് നോക്കാം. ഇവിടെ വേണമെങ്കിൽ ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡൺ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട് യൂസ് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ആയെങ്കിൽ ഡൺ ചെയ്തു. ഇത് നമുക്കിവിടെ സേവ് ചെയ്യാനായിട്ട് ക്വിക്കായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ എഡിറ്റിംഗ് കപ്പാസിറ്റി വേണമെങ്കിൽ ഇവിടെയുണ്ട്. സേവ് ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സേവ് ആസ് വീഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. യൂട്യൂബിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യും. ഞാൻ ഇവിടെ സേവ് ആസ് വീഡിയോ ഫയലിന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. MP4 ആണ് നമ്മൾ ടൈപ്പ് എടുക്കുന്നത്. ഇത് ഫയലിൻ്റെ നെയിമാണ്. നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ ഞാനിവിടെ ടെസ്റ്റ് 11 ഇടുകയാണ്. ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് ഫോൾഡർ കൊടുത്തിരിക്കുന്നത്, ഹൈലൈറ്റ് ചെയ്യാൻ. ദെൻ ഇത് പബ്ലിഷ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഡെസ്ക്ടോപ്പിൽ ആയിട്ടുണ്ടാകും. എന്നാലും ഇവിടെ ബ്രൗസ് ഫോൾഡർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഡെസ്ക്ടോപ്പിൽ ടെസ്റ്റ് 11. ജസ്റ്റ് ഓപ്പൺ ഹിയർ. നമുക്കത് കാണാൻ, വീഡിയോ കാണാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.